ഹലോ നമസ്തേ, കപ്ലസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ്? ഇന്നത്തെ വിഷയം ഒടിയൻ. ഒടിയൻ. ഓ, ഒടിയൻ. പഴയ ഒടിയൻ അല്ല, പുതിയ ഒടിയൻ. ഒടിയൻ രാഹുൽ സദാശിവന്റെ പുതിയ 5ാമത്തെ ചിത്രം അല്ലേ ഒടിയൻ. ഒടിയൻ ദ ഏജ് ഓഫ് ഇലൂഷൻ എന്നാണ്. നമ്മുടെ ഭ്രമയുഗമാണെങ്കിൽ ഏജ് ഓഫ് മാഡ്നസ്. അതുപോലെ തന്നെ നമ്മുടെ ഡേ ഓഫ് ബർത്ത് എന്നായിരുന്നു. അങ്ങനെ ഓരോ ടൈറ്റിൽ വെച്ചോണ്ടാണ് പുള്ളി ഓരോ പുതിയ സിനിമകളും ഇറക്കുന്നത്. ഒരു ബ്രാൻഡ് ഉണ്ടാക്കി എടുത്തതാണ്. അതാണ് പുള്ളിയുടെ കഴിവ്. പിന്നെ ഇതിനകത്ത് ആ പോസ്റ്റർ തന്നെ കാണുമ്പോഴത്തേക്കും മനുഷ്യന്റെ ശരീരവും അതുപോലെ തന്നെ ഒരു കാളയുടെ തലയുള്ള ഒരു രൂപം, അതൊരു മറ്റേ നമ്മളെ എന്തിനാണ് ഒരു കണ്ണാടിക്കകത്ത് ഇരിക്കും പോലെ. പിന്നെ എനിക്കതൊരു ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്ന ഒരു രൂപം പോലെ തോന്നുന്നുണ്ട്. അതേ ഒരു രീതിയാണ് ഇങ്ങനെ ചുരുണ്ടിങ്ങനെ കണക്ക്. നമ്മള് മറ്റേ അതുപോലെ ഒടിയന്റെ പല മിത്തുകൾ നമ്മൾ പണ്ട് നോക്കിയിട്ടുള്ള അതിൽ തന്നെ പറയുന്നുണ്ട്, ഗർഭപാത്രത്തിന്റെ എടുത്തിട്ടാണ് ഈ ശക്തി ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ മേ ബി അതായിരിക്കാം. പിന്നെ നമ്മൾ ഡൈസീറേര ഒരു ഇതിനൊക്കെ ഓർമ്മ ഉണ്ട്, നമ്മള് പണ്ടൊരു പോസ്റ്റർ റിയാക്ട് ചെയ്തപ്പോ അതിനകത്ത് പുള്ളി ഇങ്ങനെ കിടപ്പുണ്ട്. എല്ലാ പോസ്റ്ററിനകത്തും എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് നമ്മുടെ രാഹുൽ സദാശിവന്റെ സിനിമകൾ വരാറുള്ളത്. രാഹുൽ സദാശിവന്റെ പ്രത്യേകത ഈ പോസ്റ്ററിനകത്ത് തന്നെ കംപ്ലീറ്റ് സിനിമ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സിനിമ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള മലയാളത്തില് നമ്മള് ലാലേട്ടൻ ഒടിയനെ അവതരിപ്പിച്ചത് നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ നമ്മള് DQ ഒടിയനെ അവതരിപ്പിച്ച് കണ്ടു. ഇനി പൃഥ്വിരാജ് എങ്ങനെയാണ് ഒടിയൻ അവതരിപ്പിക്കാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ജു വാര്യറും ഇതിനകത്തുണ്ട്. മറ്റേ ഒടിയനകത്ത് മഞ്ജു വാര്യറുണ്ട്. കുറച്ച് ട്രോളൊക്കെ വെച്ചിട്ടാണ് പോയത്. ആ ഒരു ക്ഷീണം ഇതിനകത്ത് അത് ഉറപ്പാണ്. പിന്നെ നമ്മുടെ രാഹുൽ സദാശിവൻ ഇത് പഴയ ഒടിയൻ പോലെ പൂർണ്ണമായ ഒരു മിത്ത് പോലെ അങ്ങനെ ചെയ്യുന്നതിന് പകരം പേടിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാനാണ് സാധ്യത. പുള്ളിയുടെ പടങ്ങളെല്ലാം അങ്ങനെയാണല്ലോ, പേടിപ്പിച്ച് കൊല്ലണം എന്നുള്ള രീതിയിലാണ് എടുക്കാൻ പോകുന്നത്. നല്ലൊരു തോന്നൽ. ചിലപ്പോ അതായിരിക്കും വർക്ക് ആവണത്. നമ്മൾ കണ്ട ഒടിയൻ വേറെ വേറെ ടൈപ്പ് ഓഫ് ലെയേഴ്സ് ഉള്ളതാണ്. അപ്പൊ ഇതിന് വേറൊരു ലെയർ ആയിരിക്കും, ഒരു ഹൊറർ ലെയർ ആയിരിക്കും എന്തായാലും. പക്ഷെ എങ്ങനെ ഇത് പടം സെറ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടറിയും. പിന്നെ ഈ ഒടിയൻ എന്നുള്ള പേര് മറ്റേ സിനിമയ്ക്ക് വന്നപ്പോൾ ഇതേ സിനിമ 15 വർഷത്തിനുള്ളിൽ അതേ സിനിമയുടെ പേര് വേറെ സിനിമയ്ക്ക് ഇട്ടൂടെ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അടുപ്പിച്ചടുപ്പിച്ച് 2 പേരുകളെ. പക്ഷെ ഒടിയൻ ഇറങ്ങിയിട്ടും ഇത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ 8 വർഷം കൊണ്ടായല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം രാഹുൽ സദാശിവൻസ് ഒടിയൻ ദ ഏജ് ഓഫ് ഇലൂഷൻ അങ്ങനെയാണ് സിനിമയുടെ ഫുള്ള് പേര്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരൂല. പിന്നെ പറയാനുള്ള വെച്ചാൽ ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ ഈ ഒടിയനും ചാത്തനും ആടും ഇതുപോലെയുള്ള മിത്തുകളും റിയൽ ഇൻസിഡന്റുകളും ഒക്കെ തന്നെ. ആ ഒരു റിയൽ ഇൻസിഡന്റ് തന്നെ ആസ്പദമാക്കിയാണ് നമ്മൾ ലോക എന്ന സിനിമ കണ്ട് നമ്മളത് ഹിറ്റ്. അതന്നെ നമ്മുടെ ഈ ഒടിയൻ ഉണ്ടല്ലോ, ഒടിയന് നമ്മള് മുമ്പ് ശ്രീകുമാർ മേനോന്റെ ഒടിയൻ പോലത്തെ ഒരു എൻഡിങ് അല്ല ഒടിയന് വേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും അല്ലേ? കാരണം നമ്മുടെ മാമാങ്കോണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതുപോലത്തെ ഒരു സിനിമ അല്ല അതിന് വേണ്ടത്. എക്സ്പെക്ട് ചെയ്യുന്നത് ഇതല്ല. ഇതിലും കൂടുതൽ ആ സിനിമയ്ക്കകത്തുണ്ട് പറയാനുണ്ട് 2 സിനിമകളിലും. തീർച്ചയായിട്ടും. അപ്പം രാഹുൽ സദാശിവ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതെ, പുള്ളിക്ക് അതിന് കൈയ്യട്ടെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതെ. പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊന്നും കൂടുതൽ വന്നിട്ടില്ലല്ലോ, ക്രൂവിനെ പറ്റിയൊന്നും. മാത്രം അവതരിപ്പിച്ചിട്ടുള്ളൂ. പൃഥ്വിരാജിന്റെ ഈ വർഷത്തെ ഒരു ലൈനപ്പ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ് അല്ലേ. ഖലീഫ, പിന്നെ മറ്റേ നോബഡി, അതിനുശേഷം പിന്നെ ഒടിയൻ, അങ്ങനെ എന്തെല്ലാം ഒരുപാട്. പിന്നെ ഏറ്റവും കൂടുതൽ സിനിമ അനൗൺസ്മെന്റ് ചെയ്തിട്ട് എടുക്കാതിരിക്കുന്നതും പൃഥ്വിരാജാണ്. സ്വന്തം പ്രൊഡക്ഷനും കൂടെയാണ് അല്ലേ. പ്രൊഡക്ഷനും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന. പിന്നെ ആരൊക്കെയാണ്? പൃഥ്വിരാജ് പ്രൊഡക്ഷനും ധർമ്മ പ്രൊഡക്ഷനും അല്ലേ. പിന്നെ ഒരു ഇന്റർവ്യൂവിൽ രാഹുൽ സദാശിവനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നമ്മുടെ ഭ്രമയുഗം ഇല്ലേ, ഭ്രമയുഗം സിനിമയിൽ അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ സിനിമയിൽ എവിടെയൊക്കെ ഒരു പാലക്കാടിന്റെ ടച്ച് നമുക്ക് കാണാൻ പറ്റും ആ സിനിമയിൽ. അത് തന്നെ അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടവും അതിന് പള്ളിപ്പള്ളിലെ വെള്ളച്ചാട്ടവും കാടും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ആ സിനിമയ്ക്ക് വെച്ചേക്കുന്നത്. അപ്പം ആ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്, പാലക്കാട് ബേസ് ചെയ്ത് തന്നെ ഒടിയൻ എന്ന് പറയുന്ന ഒരു സാധ്യത രാഹുൽ സദാശിവനുണ്ടോ, എടുക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നില്ല, അങ്ങനെ ഒരു ആലോചന വന്നിട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ എന്തായാലും അവിടെ നിന്നായിരിക്കും ഇത് ഏറ്റെടുത്ത് തുടങ്ങിയത്, ഇങ്ങനെ ചെയ്തുകൂടെയെന്ന്. പിന്നെ രാഹുൽ സദാശിവന്റെ നമ്മൾ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുള്ളിക്ക് പേടിപ്പിക്കുക ഒരു വീടും ഒരു ക്യാരക്ടറും മാത്രമായി. ബാക്കിയുള്ള ആൾക്കാരെ പോലെ ഇപ്പൊ ശ്രീകുമാർ മേനോൻ സാറിനെ പോലെയൊക്കെ വേറെ എന്തെങ്കിലും ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ആവശ്യമേ ഇല്ല പുള്ളിക്ക്. നെഞ്ചും വിരിച്ചിറങ്ങി അത് ചിലപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അത് കണ്ടിട്ട് നെഞ്ചും വിരിച്ചിറങ്ങി ആ ട്രോൾ അങ്ങോട്ട് മാറി കിട്ടും ആ ഒരു രീതിയിൽ. അപ്പൊ എന്തിനാണെന്ന്
അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങളല്ലേ. ഇപ്പം പുതിയ പുതിയ ഇപ്പം മലയാള സിനിമയിൽ ഒരുപാട് ലൈനപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിനെ പറ്റിയുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ കഫ്ലിക്സ് ഒടിയനെ പറ്റി പല കാര്യങ്ങളും നമുക്ക് ഇനി പറയാം അല്ലേ. പുതിയൊരു അനൗൺസ്മെന്റ് വന്നല്ലോ. പിന്നെ ഒടിയന്റെ പല കഥകളും വീണ്ടും നമുക്ക് പൊടി തട്ടിയെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കമന്റുകൾ നിങ്ങൾക്ക് ഒടിയനെ അറിയാന്നുള്ള രഹസ്യ കഥകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ പുതിയ വിശേഷങ്ങളുമായി കഫ്ലിക്സ് ലൈക്ക്